നമസ്കാരം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഞാനിന്ന് വന്നേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഓർഗനൈസിങ്. നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം ഓർഗനൈസ്ഡ് ആണ്, എനിക്കത് അറിയണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഷെയറിംഗ് യുവർ തോട്ട്സ് ആൻഡ് അബൌട്ട് യുവർ പേഴ്സണൽ ലൈഫ് റിഗാർഡിംഗ് ദിസ് പെർട്ടിക്കുലർ ടോപ്പിക്, ഒന്ന് കമന്റ് ഡൗൺ ചെയ്യുക. ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങളുടെ വിഷൻ ഓഫ് ഓർഗനൈസേഷനും നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഓർഗനൈസ് ചെയ്യണേന്നും എനിക്ക് അറിയണമെന്നുള്ള കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പം നിലവിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ മുന്നോട്ടേക്ക് ഒരു വലിയൊരു തീരുമാനം എടുക്കാൻ പോകണമെങ്കിൽ കുറച്ചും കൂടെ എൻ്റെ ലൈഫിൽ കുറച്ചും കൂടെ ഒന്ന് ഓർഗനൈസ്ഡ് ആവാൻ വേണ്ടി പോവാണ്. ബേസിക്കലി ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞു തരാം. അതായത് എനിക്കിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടോയെന്ന് വെച്ചാൽ ഓക്കെ, ഐ എം കൂൾ അബൌട്ട് ദാറ്റ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിരിക്കത്തില്ല കാര്യങ്ങൾ ചെയ്യണേ. ഞാനൊരു ബഞ്ച് ഓഫ് കാര്യങ്ങൾ എടുത്തങ്ങ് വെക്കും. ആ കാര്യങ്ങൾ എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേനും എനിക്ക് അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ദിവസങ്ങൾ അതിൽ വർക്കുമായിട്ട് ഞാൻ പോകും. പക്ഷേ ഒരു വർക്ക് കഴിയുമ്പോഴത്തേനും ഞാൻ കുറച്ച് ദിവസങ്ങളിലേക്ക് ഒന്ന് സ്റ്റക്ക് ചെയ്തേക്കും. ആ ഒരു ചിന്ത ഇടയ്ക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണത് വരെ എനിക്ക് ഇനി അങ്ങോട്ടേക്ക് വലിയ വർക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നാളത്തെ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചിന്തയിലോട്ടേക്ക് ഞാൻ നീങ്ങും. ഇനിയിപ്പോൾ ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പം ഞാൻ അടുത്തൊരു തീരുമാനം എന്താണ്, തലേ ദിവസം തന്നെ പിറ്റേ ദിവസം എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു ഡേ സ്മൂത്തായി പോകും. വേറൊരു ബെസ്റ്റ് എക്സാമ്പിൾ എൻ്റെ ലൈഫിൽ നടന്നൊരു കാര്യം പറയാം. ഞാൻ മീഡിയ ഇൻഡസ്ട്രിയിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ എനിക്ക് കുറേ ആക്സസറീസുമായിട്ടുള്ള യൂസേജും വരും. സോ എൻ്റെ ലൈഫിൽ ഇങ്ങനെ കുറേ കേബിൾസ് വന്നു. ദാറ്റ് മീൻസ് പവർ ബാങ്കിൻ്റെ കേബിള്, എൻ്റെ ചാർജറുകളുടെ കേബിള്, ഇപ്പോൾ ക്യാമറയുണ്ട്, ക്യാമറ ബാറ്ററിയുടെ കേബിള്. അപ്പോൾ അതൊക്കെ ഞാൻ കൊണ്ടു കിടക്കുമ്പോഴത്തേനും ഒരു പൗച്ചിലിട്ടായിരിക്കും കൊണ്ടുപോകണേ. എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊരു കേബിൾ എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേനും മൊത്തത്തിൽ കുത്തി തിരിഞ്ഞ് കിടക്കുമായിരിക്കും. പിന്നെ ഓരോ കെട്ടയച്ച് എനിക്ക് വേണ്ട ഒരു ടാറ്റ കേബിൾ എടുക്കുമ്പോൾ ഒരുപാട് സമയം പോകും. ഇപ്പം ഇതെൻ്റെ ഒരു ഓർഗനൈസറാണ്. എനിക്ക് സാധനം മേടിച്ചതിന് ശേഷം ഇത് നോക്കിക്കേ, എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കാര്യങ്ങൾ ഇരിക്കുന്നതാണ്. ഇപ്പം ഡാറ്റ കേബിൾസൊക്കെ എനിക്ക് വേണ്ടതനുസരിച്ച് ഞാൻ സെറ്റായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പവർ ബ്രിക്കുകൾ യൂസിലില്ലാത്ത സ്പെയർസ് ആണ്, യൂസിലുള്ള ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ എന്താ പറയുക, ഹാർഡ് ഡിസ്ക്, പിന്നെ ക്യാമറയുടെ മറ്റേ ബാറ്ററി ചാർജർ, അങ്ങനെ എന്ത് വെക്കാനും അതിൻ്റെതായ ഒരു സാധനം, ഒരു അടുക്കും ചിട്ടയും വന്നപ്പോഴത്തേനും അത് കൂളായിട്ടുണ്ട്. ഇത് വളരെ ചെറിയൊരു കാര്യമാണെന്ന് എനിക്കറിയാം. ബട്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ മുന്നിലോട്ടേക്ക് എത്തിക്കുമ്പോഴത്തേനും ഇത് കാണുന്ന 1-2 പേർക്ക് കുറച്ചും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഞാൻ ഇത് വീഡിയോ അപ്പ് ചെയ്യണേ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ലൈഫിൽ ഒരു മെയിൻ ഇവന്റ് നടക്കാൻ പോണം ബുധനാഴ്ച. സോ ബുധനാഴ്ച വരെ എനിക്കൊരു ഇത്തിരി ടൈം ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇന്ന് തിങ്കളാഴ്ച, നാളെ ചൊവ്വാഴ്ച, ഒരു 1.25 ദിവസമേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ മിക്കവാറും ഇതായിരിക്കും. ബുധനാഴ്ചത്തെ വീഡിയോ ഞാൻ ഓൾറെഡി ഒന്ന് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സാധനം ഞാൻ ബുധനാഴ്ച റിലീസ് ചെയ്യുന്നുള്ളൂ, എൻ്റെ അപ്ഡേറ്റ് നോക്കിയിട്ട്. അപ്പോൾ ബുധനാഴ്ച കാര്യങ്ങൾ റെഡി ആയില്ലെങ്കിൽ 1-2 ദിവസം, ഒരു ദിവസം കൂടെ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഹോപ്പ്ഫുള്ളി കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് വിചാരിക്കണം. നല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരണവരെ. ദാറ്റ്സ് ഓൾ. ഇന്ന് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ചിലപ്പോൾ എനിക്കൊരു ഇതുണ്ട്, ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം കുറച്ചും കൂടെ ലൈവ് ആക്കാറുള്ളൊരു പ്ലാൻ ഉണ്ട്. അത് വേണമെങ്കിൽ ഒരു ഗ്യാപ്പിൽ നടത്താം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ബൈ ഗൈസ്. പിന്നെ നമ്മൾ 0 to a lakh എന്ന് പറയുന്ന ഒരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഐ എം റൈസിങ് മൈ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. എൻ്റെ ഫസ്റ്റ് ലാക്ക് ആയിരിക്കും മേടിക്കാൻ പോണേ. സോ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ എവിടെയെങ്കിലും എൻ്റെ പ്ലേലിസ്റ്റാണ്, എൻ്റെ വീഡിയോ എന്തെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്കും ഗുണമുണ്ടാവും, വേറൊന്നുമില്ല. ദാറ്റ്സ് ഓൾ. ബൈ.